കോൺഗ്രസ് പാർട്ടിയിൽ വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ സൂചന നൽകിക്കൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണി രംഗത്ത് വന്നിരിക്കുകയാണ്. കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന ആഗ്രഹം തുറന്നു പ്രകടിപ്പിച്ച അദ്ദേഹം ഇതുവരെ ഒരു പാർട്ടിയിലും വനിതാ അധ്യക്ഷന്മാർ ഉണ്ടാകാത്തത് നിർഭാഗ്യകരമാണെന്ന് ചൂണ്ടിക്കാട്ടി. കാലം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഇന്ന് വനിതകളുടെ കാലമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് രാഹുൽ ഗാന്ധിയും സമാനമായ നിലപാട് വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത പദവികളിലേക്ക് കൂടുതൽ വനിതകൾ കടന്നു വരണമെന്നാണ് പാർട്ടിയുടെ ആഗ്രഹമെന്ന് രാഹുൽ ഗാന്ധി ഊന്നി പറഞ്ഞിരുന്നു. വീട്ടുജോലികളിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടവരല്ല സ്ത്രീകളെന്നും പുരുഷന്മാരെ പോലെ തന്നെ അധികാരത്തിന്റെ തുല്യ പങ്കാളികളാകാൻ അവർക്ക് അർഹതയുണ്ടെന്നും ആന്റണി തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി. കേരളത്തിലെ പുരുഷാധിപത്യപരമായ രാഷ്ട്രീയ മനസ്ഥിതി മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതൃനിരയിലേക്ക് വനിതകൾ കടന്നു വരുന്നതിന്റെ ഒരു മുന്നൊരുക്കമായാണ് ആന്റണിയുടെയും രാഹുലിന്റെയും ഈ വാക്കുകളെ രാഷ്ട്രീയ കേരളം വീക്ഷിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുനോക്കാം. വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണം, ഉണ്ടായിട്ടില്ല. വനിതാ പാർട്ടി പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല. ഒരു പാർട്ടികളും വനിതാ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല. നിർഭാഗ്യകരമാണ്. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വനിതകളുടെ കാലമാണ്. സുപ്രീം കോടതി വിധി വാദിച്ചോ? ഏറ്റവും അടുക്കള ജോലിക്ക് മാത്രമായിട്ടുള്ള ഭാര്യ നോക്കേണ്ടെന്ന് പറഞ്ഞത്. ഈക്വൽ പാർട്ട്ണർഷിപ്പ് അല്ലേ, തുല്യ പങ്കാളിത്തം. ഇന്നത്തെ സ്ത്രീകൾ പുരുഷന്മാർ അവരുടെ ഭർത്താക്കന്മാരാകാൻ യോഗ്യത പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെപ്പോലെ തന്നെ വീട്ടു ജോലി ചെയ്യാൻ തയ്യാറുള്ള ഭർത്താക്കന്മാർ മതി. അതാണ് കാലം മാറിയിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ പുരുഷന്റെ മനസ്സ് മാറിയിട്ടില്ല. എന്ത് ചെയ്യാൻ? എനിക്ക് വയ്യ, അതുകൊണ്ട് ആലോചിക്കും പോയി. രണ്ടാമത്തെ കോവിഡ് ശേഷം നടക്കാൻ പറ്റിയ അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇറങ്ങിയിട്ടില്ല. പൈസ ഒരു ഘടകമല്ലേ. 2 കോവിഡ് വന്നു. രണ്ടാമത്തെ കോവിഡ് സൈഡ് റിയാക്ഷനായിട്ട് കാലിന് മനസ്സ് ആഗ്രഹിക്കുന്നതിൽ മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ട്